അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുണ്യമായ പരിശുദ്ധമായ റമളാനിന് സ്വാഗതം എന്ന നിലയിൽ ഒരു ക്ലിപ്പ് നമ്മുടെ ചാനലിൽ വന്നിരുന്നു. അതിന്റെ രണ്ടാമത്തെ ഭാഗം റമളാനിലെ ഒന്നാമത്തെ രാത്രി നമ്മളിലേക്ക് വരികയാണ്. ആ രാത്രിയെ സംബന്ധിച്ചും റമളാനിലുള്ള മറ്റു പുണ്യങ്ങളുമാണ് ഇതിൽ ഉള്ളത്. ശ്രദ്ധയോടെ കേട്ടാൽ പല റമളാനിനെ സംബന്ധിച്ചുള്ള അറിവും നേടാൻ സാധിക്കും എന്ന് ഉണർത്തുകയെ. ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു ഹസൻ എന്നവരെ രേഖപ്പെടുത്തുന്നതായിട്ട് കിതാബിൽ കാണാം. ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമളാന, റമളാനിൽ നിന്നുള്ള ആദ്യത്തെ രാത്രിയായാൽ അർശിന്റെ താഴ്ഭാഗത്തിൽ നിന്ന് ഒരു കാറ്റടിച്ചു വീശി. ആ കാറ്റിന് മുസീറ എന്നാണ് പേര് പറയുക. സ്വർഗത്തിലെ വൃക്ഷങ്ങളെല്ലാം ആ സമയത്ത് വൃക്ഷങ്ങളുടെ ഇലകൾ ഇളകും. സ്വർഗത്തിന്റെ വാതിലിന്റെ വട്ടക്കണ്ണികൾ ഇളകും. നല്ല ഒരു ഭംഗിയുള്ള ശബ്ദം ആ സമയത്ത് കേൾക്കാം. അതിനേക്കാൾ നല്ല ഒരു ശബ്ദം കേൾക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ശബ്ദം. ഈ സൗണ്ട് കേൾക്കുന്ന സമയത്ത് സ്വർഗീയമായ സ്ത്രീകളായ ഹൂറുലീങ്ങള് സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് അവര് വിളിച്ചു ചോദിക്കും, യാ റിളവാൻ, സ്വർഗത്തിനെ കാക്കുന്ന മലക്കുകളെ വിളിച്ചുകൊണ്ട് ഹൂറുലീങ്ങളായ സ്വർഗീയ സുന്ദരികൾ ചോദിക്കുകയാണ്, ഏതാണ് ഈ രാത്രി? ഫയഖൂലു, ആ സമയത്ത് റിളവാൻ അലൈഹിസ്സലാം പറയും, യാ ഖൈറാത്തി ഇഹ്സാൻ, നന്മയുള്ള ഭംഗിയുള്ള സ്വർഗീയ സുന്ദരികളെ, ആദിഹി അവ്വലു ലൈലത്തിൻ മിൻ ശഹരി റമളാൻ, ഇത് റമളാനിലെ ആദ്യത്തെ രാത്രി. അപ്പൊ റമളാനിലെ ഒന്നാമത്തെ രാത്രിക്ക് തന്നെ മഹത്വമാണ്. സഹിഹായ ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാൻ മാസത്തിന്റെ അവസാനത്തെ ദിവസം സഹാബാക്കളോട് ഒരു പ്രസംഗം, ഒരു ഖുത്ബ നിർവഹിക്കുകയാണ്, ഒരു പ്രസംഗം നടത്തുകയാണ്. ഖദ് അവലക്കും ശഹ്റുൻ അളീം, വളരെ മഹത്വമുള്ള ഒരു മാസം നിങ്ങൾക്ക് ഇത് അന്ത്യലിട്ടിരിക്കുന്നു. ആ മാസത്തിൽ നോമ്പിനെ അല്ലാഹു ഫർളാക്കിയിരിക്കുന്നു. അതിന്റെ രാത്രിയിൽ നിസ്കരിക്കുക എന്നതിനെ സുന്നത്താക്കിയിരിക്കുന്നു. റമളാനിൽ ആരെങ്കിലും ഒരു നന്മ കൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്താൽ ഒരു ഫർള് ചെയ്തവനെ പോലെയായി. ഒരു ഫർള് ചെയ്യുന്നതിന് വലിയ പുണ്യമാണ്. ആ പുണ്യമാണ് റമളാനിൽ ഒരു സുന്നത്ത് ചെയ്യുമ്പോൾ കിട്ടുന്നത്. റമളാനിൽ ഒരു ഫർള് ഒരാൾ നിർവഹിച്ചാൽ റമളാനല്ലാത്ത മാസത്തിൽ 70 ഫർള് ചെയ്ത പ്രതിഫലം റമളാനിൽ ഒരു ഫർള് ചെയ്താൽ ലഭിക്കുന്നതാണ്. ക്ഷമയുടെ മാസമാണ് റമളാൻ. സബറിനുള്ള പ്രതിഫലം സ്വർഗം. മറ്റുള്ളവരെ സഹായിക്കേണ്ട മാസമാണ്. മുഅ്മിനിന്റെ റിസ്ക് വർദ്ധിപ്പിക്കപ്പെടുന്ന മാസമാണ്. മുഅ്മിനിന്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ മുഅ്മിനായ മനുഷ്യനിക്ക് തഖ്വ വർദ്ധിക്കുന്ന മാസമാണ്. എന്ന് അല്ലാഹു വേറെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. റമളാനിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞു, കുതിബ അലൈക്കുമുസ് സിയാം, അവസാനം പറഞ്ഞു ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകുവാൻ വേണ്ടി. റമളാനിൽ ഒരാൾ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടരുകയാണ്, മൻ ഫത്തറ ഫീ സായിമ,
ഒരു നോമ്പുകാരനെ ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ കാനലക്ക് അവനിക്കുണ്ടാകും ഒരു അടിമയെ അടിമത്വത്തിൽ നിന്നും മോചിപ്പിച്ച പ്രതിഫലം. അവന്റെ ദോഷങ്ങളെയൊക്കെ പുറത്തു കൊടുക്കാൻ അത് കാരണമാണ്. അവനിക്ക് എന്റെ ഹൗലുൽ കൗസറിൽ നിന്ന് അല്ലാഹു ഒരു മുറുക്ക് കുടിപ്പിക്കും, പിന്നീട് അവനിക്ക് ദാഹിക്കുകയില്ല. അവന്റെ ഈ നോമ്പ് തുറപ്പിച്ച ആൾക്ക് നോറ്റ ആൾക്ക് കിട്ടുന്ന അതേപോലെ പ്രതിഫലം കിട്ടും. നോറ്റാളുടെ പ്രതിഫലത്തിൽ നിന്ന് അല്പവും കുറയാത്ത നിലയ്ക്ക്. അതേപ്രകാരം ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സാമ റമളാന ഈമാനൻ വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഈമാനോടെയും കൂലി ആഗ്രഹിച്ചുകൊണ്ടും വിശ്വാസത്തോടെ കൂടെ ആരെങ്കിലും റമളാനിലെ നോമ്പ് നോറ്റാൽ അവന്റെ മുന്തിയ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന് മുത്തഫഖുൻ അലൈഹി സഹീഹുൽ ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഒരു ഹദീസിൽ കാണാം, ഉമ്മത്തി, എന്റെ സമുദായത്തിന് 5 കാര്യങ്ങൾ പുണ്യമായ റമളാനിൽ നൽകപ്പെട്ടിട്ടുണ്ട്. അവരുടെ മുമ്പ് ഒരു സമുദായത്തിനും ഈ 5 കാര്യം നൽകപ്പെട്ടിട്ടില്ല. ഒന്ന്, ഖലൂഫു ഫമി സ്വാഇമി, നോമ്പുകാരന്റെ വായിൽ നിന്ന് വരുന്ന ആ വാസന. അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, കസ്തൂരിയുടെ സുഗന്ധത്തിനേക്കാൾ അത് നാളെ മഹ്ശറയിൽ സുഗന്ധമുണ്ടാകും അല്ലാഹുവിന്റെ. വതസ്തഗ്ഫിറു ലഹുൽ മലായിക, അവർക്ക് മലക്കുകൾ പൊറുക്കലിനെ തേടും. ഇത് 2ാമത്തെ കാര്യമാണ്. മലായികത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഒരിക്കലും തന്നെ അള്ളാഹു കൽപ്പിച്ചതിന് എതിര് ചെയ്യാത്ത മാസൂമിങ്ങൾ, ദോഷങ്ങൾ ചെയ്യാത്തവരാണ്. അവരുടെ മഗ്ഫിറത്ത് സ്വീകരിക്കപ്പെടുന്ന മഗ്ഫിറത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിവസവും റമളാനിന്റെ ഓരോ ദിവസവും സ്വർഗ്ഗത്തിനെ അല്ലാഹു ഭംഗിയാക്കും. ശൈത്താന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാനിൽ ചങ്ങലക്കിടും. ഫീ ആഖിറു ലൈലത്തിൻ, റമളാനിലെ അവസാനത്തെ രാത്രിയിൽ റമളാനിൽ നോമ്പ് നോറ്റ മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അപ്പോൾ വളരെയധികം പുണ്യം പരിശുദ്ധമായ റമളാനിനുണ്ട്. റമളാനിന്റെ പുണ്യത്തെ സംബന്ധിച്ച് കൂടുതൽ ക്ലിപ്പുകൾ വിടുന്നില്ല. ഈ 2 ക്ലിപ്പുകളിൽ നിന്ന് തന്നെ റമളാനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ അത്യാവശ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫിൽ ജന്നത്തി സമാനിയത്തു അബ്വാബിൻ, സ്വർഗ്ഗത്തിൽ 8 വാതിലുകളുണ്ട്. മിൻഹാ ബാബുൻ തുസമ്മാ റയ്യാൻ, റയ്യാൻ എന്ന പേരുള്ള ഒരു വാതിലുണ്ട്. ലാ യദ്ഖുലു ഇല്ല സ്വാഇമൂൻ, റമളാനിൽ നോമ്പ് നോക്കുന്നവരല്ലാതെ അതിലൂടെ പ്രവേശിക്കുകയില്ല. അതേപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അസ്സിയാമു വൽ ഖുർആൻ യശ്ഫഅനി ലിൽ അബ്ദി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഖുർആനും പരിശുദ്ധമായ ഖുർആനും റമളാൻ മാസവും ശഫാഅത്ത് ചെയ്യും അല്ലാഹുവിനോട്. യഖൂലു സിയാം, നോമ്പ് പറയുന്ന, റബ്ബി ഇന്നി മനഅതു തഅമ വശഹവാതി ബിന്നഹാർ, പടച്ചവനെ എനിക്ക് വേണ്ടി അവൻ ഭക്ഷണവും ആഗ്രഹങ്ങളും ഒക്കെ പകൽ സമയത്ത് വർദ്ധിച്ചുകൊണ്ട് ജീവിച്ചു. അവന്റെ കാര്യത്തിൽ എന്റെ ശഫാഅത്തിനെ സ്വീകരിക്കുക. ഇതുപോലെ ഖുർആനും പറയും, പടച്ചവനെ അവൻ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തി എന്നെ പാരായണം ചെയ്യുന്നതിന് വേണ്ടി, അതുകൊണ്ട് എന്റെ ശഫാഅത്ത് സ്വീകരിക്കുക എന്ന്. അതുകൊണ്ട് പുണ്യമായ പരിശുദ്ധമായ റമളാനിൽ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുന്നതിനും ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ പൊറുക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനം നമ്മിൽ നിന്നുണ്ടാവണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. പരിശുദ്ധമായ റമളാൻ ഗുണമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.